ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഏതൊരു സർക്കാരിന്റെയും ചുമതലയാണ് ആ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം. എന്നാൽ കേരളത്തിലെ CPMന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർക്കാരിനും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കും ആ സംസ്ഥാനത്തെ നന്നായി പുലർത്താനും ക്രമസമാധാനം നിലനിർത്താനുമുള്ള എല്ലാ ഉത്തരവാദിത്വവുമുണ്ട്. എന്നാൽ ഉത്തരവാദിത്വം മറക്കുന്ന പിണറായി വിജയനെയും CPMനെയുമാണ് നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ തരത്തിലുമുള്ള പ്രവണതകൾ ഉണ്ടാകാറുണ്ട്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കലും വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. അതും കടന്ന് ഗവർണറെ പോലും കരിങ്കൊടി കാണിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുമുണ്ട്. എന്നാൽ ഇതിനൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത കേരളത്തിലെ CPMന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ആരെയെങ്കിലും കരിങ്കൊടി കാണിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയോ ചെയ്താലുടൻ അവരെ അടിച്ചമർത്താൻ കുട്ടി സഖാക്കന്മാർ രംഗത്തിറങ്ങും. എന്തുകൊണ്ടാണ് CPM എന്ന പാർട്ടിയാണ് ഇപ്പോൾ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി. അപ്പോൾ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടെങ്കിലും സർക്കാരിനെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കേണ്ട ആ പാർട്ടിയും അവരുടെ കുട്ടി സഖാക്കന്മാരും കേരളത്തിലെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, കേന്ദ്രത്തിൽ ഭരിക്കുന്നത് BJP ആണ്. കേരളത്തോട് പോലും എത്ര മാന്യമായി, എത്ര വൃത്തിയായി, എത്ര സംസ്കാരത്തോടെയാണ് BJP സർക്കാർ ഇടപെടുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ സർക്കാരിന് എതിർക്കുന്ന ഒരു നയമോ അല്ലെങ്കിൽ സർക്കാരിനോട് പണമടക്കമുള്ള കാര്യങ്ങളിൽ അനുഭാവപൂർവ്വം പെരുമാറുകയും ചെയ്യുന്ന കേന്ദ്രത്തെയാണ് നമ്മൾ കാണുന്നത്, BJPയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താണ്? ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് ആഹാരം കഴിക്കാനെത്തിയ ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയെ ചവിട്ടി എറിയുക, കരിങ്കൊടി കാണിക്കാനാണ് എന്ന് പറഞ്ഞുണ്ടാക്കുക. കോഴിക്കോട് BJPയുടെ പ്രവർത്തകർ, യുവമോർച്ച പ്രവർത്തകർ BJPയുടെ കാര്യാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ചായ കുടിക്കാൻ പോകുമ്പോൾ അവരെ ആക്രമിക്കുക, എല്ലാം കരിങ്കൊടി കാണിക്കാനാണെന്ന് തോന്നുക, അതിൻ്റെ പേരിൽ ആക്രമിക്കുക. ഇവിടെ കരിങ്കൊടി കാണിച്ചാൽ അല്ലെ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമമുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് കേരളത്തിലെ പോലീസാണ്, കുട്ടി സഖാക്കന്മാരല്ല. ഇങ്ങനെ നമ്മൾ കണ്ടതാണ്. പിണറായിയുടെ ഒരു യാത്രക്കിടയിൽ കേരളം ഒട്ടാകെ ഇവർ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അന്ന് ഫലപ്രദമായ യുവമോർച്ച അവസാന നിമിഷം ഇടപെട്ട ചരിത്രവുമുണ്ട്. ഏതായാലും ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും അത്തരത്തിൽ ക്രമസമാധാനം നിലനിർത്തേണ്ടത് സർക്കാരിന്റെ ബാധ്യതയായതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. എന്നാൽ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് പോകില്ല എന്ന് നമുക്കറിയാം. കാരണം കുട്ടി സഖാക്കന്മാരെ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അത്തരത്തിലുള്ള കുട്ടി സഖാക്കന്മാരെ രക്തസാക്ഷിയായിക്കൊണ്ട് വളർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയുകയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാർ മാത്രമേ ജീവിക്കേണ്ടതുള്ളൂ. കുട്ടി സഖാക്കന്മാരെല്ലാം അവരൊക്കെ രക്തസാക്ഷിയായാലും കുഴപ്പമില്ല എന്നതാണ് അവരുടെ ഒരു നയം. നമ്മൾ കണ്ടതാണല്ലോ, മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ അവസ്ഥ എന്തായിരുന്നു നമ്മൾ കണ്ടതാണ്. അതിന് എന്തൊക്കെയാണ് ആ തരത്തിൽ അഭിമന്യു മരണപ്പെട്ടപ്പോൾ അഭിമന്യുവിന് വേണ്ടി പണപ്പിരിവ് നടത്തി കോടികൾ ഉണ്ടാക്കി. അഭിമന്യുവിന്റെ ആ കൊലയാളികൾക്കെതിരെ ഇന്നും ഒരക്ഷരം പോലും ഉരിയാടാതെ പഞ്ചമുച്ചമടക്കി കാത്തിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി സഖാക്കന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കുമ്പോൾ യാതൊന്നും തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളമില്ല. ഇവിടെയും കുട്ടി സഖാക്കന്മാരെ ഭ്രാന്തന്മാരെ പോലെ ഇറക്കിവിട്ട് കേരളത്തിലെ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ സർക്കാരാണ്. സർക്കാരിന്റെ മാത്രം ബാധ്യതയാണ്, അല്ലെങ്കിൽ CPMന്റെ ബാധ്യതയാണ് കേരളത്തിലെ ക്രമസമാധാന പാലനം, അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാധ്യതയല്ല. സ്വാഭാവികമായി ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷ കക്ഷികൾ എല്ലാം തന്നെ പ്രതികരണവുമായി രംഗത്ത് വരും. അവർ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കും, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതിനെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നതാണ് ഫാസിസം. ഇവിടെയാണ് CPMന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കേരളത്തിലെ സർക്കാരിന്റെ ഫാസിസം കാണുന്നത്. ഫാസിസം എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഫാസിസം എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയെ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തിരിച്ചടിക്കാൻ ABVPയും തയ്യാറാകും. അത് തീർച്ചയായും അനിവാര്യത പോലുമാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ഒരു കാരണവും കൂടാതെ ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിക്കുക, അതുവഴി എന്ത് സന്ദേശമാണ് കേരളത്തിൽ CPMും CPMന്റെ കുട്ടി സഖാക്കന്മാരും ഈ ലോകത്തിനും ഈ രാജ്യത്തിനും നൽകുന്നത് എന്നുകൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന പിണറായി വിജയന്റെ രീതി, അതും അടിച്ചമർത്താൻ പോലീസിനെയോ നിയമ സംവിധാനങ്ങളെയോ ഉപയോഗിക്കാതെ
ഇത്തരത്തിൽ സഖാക്കന്മാരെ കയറൂരി വിടുന്ന കാഴ്ച, കുട്ടി സഖാക്കന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന കാഴ്ച, അത് ആശ്വാസ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏതു തരത്തിലുള്ള നിലപാടാകും ABVP എടുക്കുക എന്നതും നിർണായകമാണ്.